എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഇയറിൽ ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചിൽ വരുന്ന ആദ്യത്തെ പാഠഭാഗമാണ്. അത് രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും, രണ്ടാമത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ മറ്റൊരു സെഷനും. രണ്ട് ചാപ്റ്ററായിട്ടാണ് നമുക്കത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഈ പാഠത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും പറയാനായിട്ടുള്ളത് ഇലക്ട്രിക് ചാർജസിൻ്റെ ചില പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് ചാർജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ആ ബ്രാഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇലക്ട്രിക് ചാർജസിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചില പ്രത്യേകതകൾ ഒന്നറിഞ്ഞിരിക്കണം. എന്നിട്ട് എന്താണ് ഇലക്ട്രിക് ചാർജസ് എന്നും മറ്റ് കാര്യങ്ങളും അതിനുണ്ടായ ആ ഒരു സവിശേഷതകളെല്ലാം പറയുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക് ചാർജസിൽ എനിക്ക് ആദ്യം പറയാനായിട്ടുള്ളത്, ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് ചാർജ് ഈസ് ക്യാരിഡ് ബൈ മെറ്റീരിയൽ, ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ചാർജ് ഈസ് ക്യാരിഡ് ബൈ മെറ്റീരിയൽ, ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. ശരിക്കും അതുകൊണ്ടാണ് ഒരു ചാർജ് മൂവ് ചെയ്യാതെ ഒരു മെറ്റീരിയലിൽ ക്യാരി ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ ആ ചാർജിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്, ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പറയുന്നത് ചാർജസ് ആർ നോട്ട് മൂവിങ് ബട്ട് ദേ ആർ അറ്റ് റെസ്റ്റ്. ഇവർ റെസ്റ്റിലായിരിക്കും. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ ചാർജസ് എങ്ങനെയാണ് റെസ്റ്റിലാകുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ആറ്റംസിൻ്റെ ഉള്ളിൽ, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, ആറ്റംസിൻ്റെ ഉള്ളിൽ നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ആൻഡ് എറൗണ്ട് ദി ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്. അപ്പോൾ ഇലക്ട്രോൺസ് എല്ലാം മൂവ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഒരു കാര്യം പിന്നീട് ക്ലിയർ ചെയ്യുന്നതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നമ്മൾ ചാർജസ് മൂവ് ചെയ്യുന്നില്ല എന്ന കൺസെപ്റ്റിലാണ് പഠിക്കുന്നത്. അതിൻ്റെ ബിഹേവിയർ, മൂവ് ചെയ്യാത്ത ചാർജുകൾ, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ചാർജസ് എന്ന് വിളിക്കുന്നത്. സ്റ്റാറ്റിക് ചാർജസ്. അപ്പോൾ സ്റ്റാറ്റിക് ചാർജസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ സ്റ്റാറ്റിക് ചാർജസ് ഉണ്ടാകുന്നു? ഈ സ്റ്റാറ്റിക് ചാർജസ് അങ്ങനെ ഉണ്ടായാൽ, when they are formed, what is their behavior, what is their property, what are the effects produced by these static charges? ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാറ്റിക് ചാർജസ് ഫോം ചെയ്യുന്നത്? ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ ആറ്റംസിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമാണ്. ആറ്റംസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസിലെല്ലാം ആറ്റംസാണ്. ഓൾ മെറ്റീരിയൽസ് ആർ ഫോംഡ് ഓഫ് ആറ്റംസ് ഓർ കമ്പോസ്ഡ് ഓഫ് ആറ്റംസ്. സോ അതെല്ലാം അവിടെയെല്ലാം ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇവിടെ എങ്ങനെയാണ് അങ്ങനെ ഒരു റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിനെ സ്റ്റാറ്റിക് കണ്ടീഷനിലേക്ക് എത്തിച്ചേർന്നത്, റെസ്റ്റിലാക്കുന്നത്? സോ ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് or which explains the properties or the behavior of charges at rest, it is called electrostatics, and it tells about the behavior of static charges. Okay, സോ ഇതിൽ കുറച്ച് പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഓൾവേസ് സ്റ്റാറ്റിക് ചാർജസ് ആർ ക്യാരിഡ് ബൈ മെറ്റീരിയൽ. സ്റ്റാറ്റിക് ചാർജസ് ആർ ക്യാരിഡ് ബൈ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിലായിരിക്കും ഇത് ക്യാരി ചെയ്യുന്നത്. സ്റ്റാറ്റിക് ചാർജസ് മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള ആറ്റംസിലല്ല, മെറ്റീരിയലിൻ്റെ സർഫസിൽ ആയിരിക്കും സ്റ്റാറ്റിക് ചാർജസ് ക്യാരി ചെയ്യുന്നത്. ഇനി രണ്ടാമത്, ഈ ചാർജുകളുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇതിന് ക്ലിങ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കാണും. ഇറ്റ് ഷോസ് ദി പ്രോപ്പർട്ടി ഓഫ് ക്ലിങ്, ഓർ ഇറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ക്ലിങ്. ക്ലിങ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുക, അല്ലേ? ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക, അതിനാണ് എന്തെന്ന് പറയുന്നത്? ക്ലിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് these charges show the property of cling. So it is called electrostatic cling. Now, these charges are usually formed by the property of rubbing. See, this is rubbing. Rubbing എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, റബ്ബിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഉരസൽ, പരസ്പരം ഉരസുക, അല്ലേ? റബ്ബിങ് എപ്പോഴാണ് നടക്കുന്നത്? റബ്ബിങ് നടക്കുന്നത് ഒരിക്കലും രണ്ട് സ്മൂത്തായിട്ടുള്ള സർഫസുകൾ തമ്മിൽ റബ്ബിങ് നടക്കില്ല. രണ്ട് സർഫസുകൾ റഫായിരിക്കണം, അല്ലേ? റഫ് സർഫസ് ആയിരിക്കണം. ഇപ്പോൾ ഈ പേപ്പറിൻ്റെ സർഫസും എൻ്റെ കൈയും തമ്മിൽ ഒരിക്കലും നടക്കില്ല റബ്ബിങ്, കാരണം ഇത് രണ്ടും സ്മൂത്താണ്. റഫായിട്ടുള്ള സർഫസുകൾ തമ്മിൽ മാത്രമേ റബ്ബിങ് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ എഴുതുന്ന ബോർഡ്, ബ്ലാക്ക് ബോർഡല്ല, വൈറ്റ് ബോർഡിൽ നമ്മൾ ഉരസിയ, അതും സ്മൂത്താണ്. അതൊരിക്കലും എന്തുണ്ടാവില്ല, അവിടെ ഒരിക്കലും റബ്ബിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റില്ല. സോ റബ്ബിങ് എപ്പോഴും നടക്കുന്നത് റഫ് സർഫസുകൾ തമ്മിലാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഈ റബ്ബിങ് മൂലം, ഡ്യൂ ടു ദിസ് റബ്ബിങ്, ചാർജസ് ആർ ഫോംഡ്. അങ്ങനെ ചാർജസ് ഫോം ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സപ്പോസ് two bodies, see this is one body and this is another body. Okay, if these two bodies are, or the surface of these two bodies are റഫ് സർഫസ് ആണെങ്കിൽ കൃത്യമായി ഇതും തമ്മിൽ ഉരസുമ്പോൾ ഇതിനിടയിൽ സ്റ്റാറ്റിക് ചാർജസ് ഫോം ചെയ്യും. അത് നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ കാണിക്കാൻ പറ്റുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സാധാരണ ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു പേന, നിങ്ങൾ പേന എടുക്കുക, കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് പെൻ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ പെൻ. ഈ പേനയുടെ ഈ ക്യാപ്പ് നിങ്ങളുടെ തലമുടിയിൽ, എണ്ണമയമില്ലാത്ത മുടിയായിരിക്കണം. അപ്പോൾ എണ്ണമയമില്ലാത്ത മുടിയുള്ളവർ തലമുടിയിൽ ഒന്ന് ഉരസുക. എന്തുകൊണ്ടാണ് എണ്ണമയം ഉണ്ടായ എന്താ പ്രശ്നം? എണ്ണമയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്മൂത്ത് സർഫസ് ആവും. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, എക്സ്പെരിമെൻ്റ് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ഉപയോഗിക്കേണ്ടത് എണ്ണമയമില്ലാത്ത ഹെയറിൽ നിങ്ങളൊന്ന് ഉരസിയതിന് ശേഷം കുറച്ച് കൊച്ചു പേപ്പറുകളുടെ പീസ് ഓഫ് പേപ്പേഴ്സ് നമ്മൾ എടുത്തിടുക. ചെറിയ
കൊച്ചു കൊച്ചു പേപ്പർ മതി. അപ്പോൾ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സ്മോൾ പീസസ്, ചെറിയ പീസ്, ഇതിനേക്കാൾ സ്മോൾ പീസാക്കുക. ആക്കിയതിന് ശേഷം നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതാണ്, ഈ പേപ്പേഴ്സ്, ഈ ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് ഇതിലേക്ക് ചാടി പിടിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻ ഇതിലേക്ക് ഈ ബിറ്റ്സ് ഓഫ് പേപ്പറിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാണിച്ചത് എന്തുകൊണ്ടാണ്? തലമുടിയിൽ റബ്ബ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെന്തോ സംഭവിച്ചു. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതിന് ഈ പേനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേന ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നു. അല്ലെങ്കിൽ ഈ പേനയിൽ ചാർജ് ഡെവലപ്പ് ചെയ്തു എന്ന് പറയാം. ഈ പേനയിൽ ഡെവലപ്പ് ചെയ്ത ചാർജ് എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇതിൽ ചാർജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പെന്നിനെ, ദിസ് പെൻ ഈസ് സെഡ് ടു ബി ഇലക്ട്രിഫൈഡ്. അപ്പോൾ ദാറ്റ് ഫിനോമിനൻ ഈസ് കാൾഡ് ഇലക്ട്രിഫിക്കേഷൻ. ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ വെൻ ദിസ് പെൻ ഈസ് rubbed with a rough surface like our hair, then it shows the tendency to attract bits of papers. Now the pen is said to be electrified because it shows the tendency to attract bits of papers. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ചെയ്തു നോക്കണം. അത് ചെറിയ ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് എടുത്തിട്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തലയിലാക്കിയിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഈ പേനയെ വിളിക്കുന്ന പേര്, ദി പ്രോപ്പർട്ടി ഓഫ് ദിസ് പെൻ ഈസ് സെഡ് ടു ബി ഇലക്ട്രിഫൈഡ്, ഓക്കെ, ഓർ ഇലക്ട്രിഫിക്കേഷൻ, ഓക്കെ, ആൻഡ് ഇറ്റ് അറ്റൈൻസ് ദി പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് സെഡ് ടു ബി, ദി പെൻ ഈസ് സെഡ് ടു ബി ഇലക്ട്രിഫൈഡ്. ഓക്കെ, സോ ഞാൻ പറയുന്നത്, these are the properties of static charges carried by material, and it shows the property of clinging, which means that charges stay wherever they are formed. ചാർജ് എവിടെയാണോ ഉണ്ടായത് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. അതിനെയാണ് ദിസ് ക്ലിങ് എന്ന് വിളിക്കുന്നത്. അത് ഓർത്തിരിക്കുക. അതിനവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ശരിക്കും മൂവ് ചെയ്യുന്ന ചാർജുകളുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, മലയാളത്തിൽ ധാരാവൈദ്യുതി എന്നൊക്കെ പറയും. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതിൽ മൂവ് ചെയ്യുന്നതാണ് കണ്ടക്ടേഴ്സിലൂടെ. ഇതിലാണെങ്കിൽ ക്ലിങ് നേച്ചറാണ്, അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇതുണ്ടാകുന്നത് എങ്ങനെയാണ്? റബ്ബിങ് മൂലം. റബ്ബിങ് എന്ന് പറഞ്ഞാൽ ഉരസൽ. ഓക്കെ, ഉരസൽ മീൻസ് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. സോ this property is also called frictional electricity. This is also called, the other name is frictional electricity. Frictional electricity. So frictional electricity static electricity same, or otherwise we can say static electricity. Both are same, because static charges are formed due to the rubbing between two rough surfaces, and that property is called friction. So it is otherwise called frictional electricity. Okay, അപ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം. ഇത്രയും പ്രോപ്പർട്ടീസ്. ചാർജസ് ക്യാരിഡ് ബൈ മെറ്റീരിയൽ, it shows the property of clinging, and these charges are formed due to rubbing between two rough surfaces, and that phenomenon is called electrification, and this body is said to be electrified because it shows the tendency of attracting lighter objects like, say, dust particles, പൊടിപടലങ്ങളെ ആകർഷിക്കുന്നുണ്ട്, and also bits of papers. Okay,
and this property is said to be so the property of this body is said to be electrified or electrification. Okay, electrification, and the body is said to be electrified and this property is called electrification. ശരി, അപ്പോൾ ഈ ക്ലാസ് ജസ്റ്റ് നിങ്ങൾ ഇത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വാച്ച് ചെയ്തിട്ട് ഇത് പറയുന്നത് റിപ്പീറ്റ് ചെയ്തൊന്ന് കേൾക്കുക. ഓക്കെ, കേട്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഈ പിക്ചർ തന്നെ എടുക്കാം. ദിസ് ഈസ്, ഈ പേന തെളിയുന്നില്ല, സോ ഈ പേന എടുക്കാം. ഞാനൊരു കാര്യം ചെയ്യുന്നു. ഇതൊരു പ്ലാസ്റ്റിക്കാണ്, പ്ലാസ്റ്റിക്. ഓക്കെ, ഇതൊരു ഗ്ലാസ്സാണ്, ഗ്ലാസിൻ്റെ റോഡ്, ഗ്ലാസ് റോഡ്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോഡിയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് പെന്നൊക്കെ അതിന് എക്സാമ്പിളാണ്, പ്ലാസ്റ്റിക് പെൻ. ഇത് ഗ്ലാസ് റോഡ് എടുത്തു. ഗ്ലാസ് ദണ്ട് എന്ന് പറയും. ഗ്ലാസ് റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കെമിസ്ട്രിയിലൊക്കെ ഗ്ലാസ് റോഡ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ സൊല്യൂഷനൊക്കെ കലക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്തത്, ഈ പ്ലാസ്റ്റിക്കിനെ ഞാൻ ഉരസിയതിന് ശേഷം റബ്ബ് ചെയ്തു. പ്ലാസ്റ്റിക്കിനെ റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കിയിട്ടു. അതേപോലെ ഗ്ലാസ് റോഡിനെയും ഞാൻ റബ്ബ് ചെയ്തു. ഇത് രണ്ട് റബ്ബ് ചെയ്തു. ഗ്ലാസ് റോഡും വേറൊരു സ്ഥലത്ത് വേറൊരു മെറ്റീരിയലുമായി റബ്ബ് ചെയ്തു. എന്നിട്ട് അതിനെയും തൂക്കിയിട്ടു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? ഒരു പ്ലാസ്റ്റിക് റോഡും എടുത്തു, ഒരു ഗ്ലാസ് റോഡും എടുത്ത് ഇതിനെ രണ്ടിനെയും ഓരോരോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട്, വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടു, രണ്ടും അടുത്തടുത്തിട്ടു. ഓക്കെ, സോ രണ്ടും കുറച്ച് ക്ലോസ് ആക്കി വെച്ചപ്പോൾ ഇറ്റ് ഷോസ് or they show the property of attracting each other. ഇത് പരസ്പരം ആകർഷിക്കുന്നതായിട്ട് കണ്ടു. ഈ രണ്ട് ബോഡീസും പരസ്പരം ആകർഷിക്കുന്നു. മനസ്സിലായി? ഇതേപോലെ രണ്ട് പ്ലാസ്റ്റിക് റോഡ് എടുത്തു. രണ്ട് പ്ലാസ്റ്റിക് റോഡ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തു. രണ്ട് പ്ലാസ്റ്റിക് റോഡ് എടുത്തിട്ട് ഈ രണ്ട് പ്ലാസ്റ്റിക് റോഡും ഇതേപോലെ തന്നെ റബ്ബ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തു. ഹാങ് ചെയ്തപ്പോൾ ഇത് റിപ്പൽ ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതിങ്ങോട്ടും ഇതിങ്ങോട്ടും. അപ്പോൾ ഇവിടെ റിപ്പൽ ചെയ്തതായിട്ട് കണ്ടു. ഇവിടെ എന്ത് ചെയ്തതായിട്ട് കണ്ടു? അട്രാക്റ്റിംഗ് ടെൻഡൻസി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇതിപ്പോൾ അട്രാക്റ്റിംഗ് ടെൻഡൻസി, ഇത് പ്ലാസ്റ്റിക്കും ഇത് ഗ്ലാസ് റോഡുമാണ്. അപ്പോൾ ഇത് രണ്ടും അട്രാക്റ്റിംഗ് ടെൻഡൻസി കാണിച്ചു, ഇത് റിപ്പൽഷൻ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് ഒരു കൺഫ്യൂസ്ഡായി, ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, അദ്ദേഹമാണ് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞു, ഈ രണ്ട് മെറ്റീരിയലും അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം ഇതിൽ രണ്ടിലും ഓപ്പോസിറ്റ് ചാർജിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ടുള്ള മെറ്റീരിയലാണ് ചാർജറായി കിട്ടിയത്. മീൻസ് ഓപ്പോസിറ്റ് ചാർജ് എന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും ചാർജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അദ്ദേഹം പിന്നീടാണ് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റായിട്ടുള്ള ചാർജസാണ് ഈ രണ്ട് ബോഡീസിലും
കിട്ടിയതെന്നാണ് ഫ്രാങ്ക്ലിൻ പറഞ്ഞത്. അതേപോലെ ഇതിൽ സെയിം ആയിട്ടുള്ള ഏതോ മെറ്റീരിയലാണ് ഇതിൽ റബ്ബിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ചാർജ് എങ്ങനെ അതിൻ്റെ ചിഹ്നം കൊടുക്കാം, അല്ലെങ്കിൽ സെയിം ചാർജുകൾ എങ്ങനെ ചിഹ്നം കൊടുക്കാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓപ്പോസിറ്റായിട്ടുള്ള ചാർജുകൾ എന്തായാലും 2 ഡിഫറൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം കൊടുത്തത് ഒന്ന് പ്ലസ്, അടുത്തത് മൈനസ്, അല്ലെങ്കിൽ പോസിറ്റീവ്, അടുത്ത നെഗറ്റീവ്, അങ്ങനെ 2 ചിഹ്നങ്ങളായിട്ട് കൊടുത്തു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഒന്ന് പോസിറ്റീവ്, അടുത്തതിന് നെഗറ്റീവ്. സോ ദീസ് ആർ 2 ടൈപ്സ് ഓഫ് ചാർജസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കും അട്രാക്ട് ചെയ്യപ്പെട്ടത്? കാരണം ഒന്നിൽ പോസിറ്റീവും അടുത്തതിൽ നെഗറ്റീവും വന്ന കാരണം. ഇതിൽ രണ്ടിലും സെയിം ചാർജസ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. എന്താണ്? ലൈക്ക് ചാർജസ് റിപ്പൽ, അതേപോലെ ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ്. അപ്പോൾ എന്ത് കൺക്ലൂഷനാണ് കിട്ടിയത്? ലൈക്ക് ചാർജസ് റിപ്പൽ, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം 1-2 ഐഡിയാസ് പറഞ്ഞത്, ഈ ചാർജ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിച്ചു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലാസ്റ്റിക്കും ഗ്ലാസ് റോഡും, ഇത് പ്ലാസ്റ്റിക്, മറ്റേത് ഗ്ലാസ് റോഡ്, ഇത് തമ്മിൽ ചേർത്ത് വെച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ. അതേ ഉറങ്ങുന്നോ? ഉറങ്ങാൻ പാടില്ല, ശ്രദ്ധിച്ചിരുന്നോളൂ. ഇത് പ്ലാസ്റ്റിക്, ഇത് ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം പിന്നീട് ഇതിനങ്ങ് സെപ്പറേറ്റ് ചെയ്തു. ചേർത്ത് വെച്ചതിന് ശേഷം അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. ഇനി ഇത് പേപ്പേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നില്ല. ഈ പ്ലാസ്റ്റിക് റോഡോ അല്ലെങ്കിൽ ഗ്ലാസ് റോഡോ ഇത് രണ്ടും ഈ പേപ്പറിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ ഇനി ചാർജസ് ഒന്നും കാണുന്നില്ല. നോ ചാർജസ് ആർ ഫൗണ്ട് ഹിയർ ആഫ്റ്റർ they are in contact with each other. ഓക്കെ, ഒരു ചാർജും ഇതിൽ കാണുന്നില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ മാത്തമാറ്റിക്സിൽ നമുക്കറിയാം, +3യും -3യും കൂടെ ആഡ് ചെയ്തു അല്ലേ? ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0. So it has the property of mathematical addition. അപ്പോൾ മാത്തമാറ്റിക്കൽ അഡിഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കിട്ടുന്നത്. അല്ലാതെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേരുമ്പോൾ വാട്ടർ ലഭിക്കുന്നുണ്ട്, പുതിയൊരു വസ്തു ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തെങ്കിലും ലഭിച്ചോ? ഇല്ല. ഇവിടെ പുതിയ വസ്തുവൊന്നും ഉണ്ടായില്ല. +3യും -3യും ആഡ് ചെയ്തപ്പോൾ 0 കിട്ടണം. അപ്പോൾ ഇതിലും ഇവിടെയും 0 ആണ്, ചാർജസ് ഒന്നുമില്ല. അപ്പോൾ ഈ 2 ബോഡീസും ടച്ച് ചെയ്തപ്പോൾ പിന്നീട് ഇത് ആഡ് ചെയ്തപ്പോൾ 0 ആയിപ്പോയി. ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0 ആയിപ്പോയി. സോ ഈ ചാർജസിൻ്റെ സ്വഭാവം ഇപ്പോൾ മനസ്സിലായല്ലോ. ബിഹേവിയർ എന്താണ്? മാത്തമാറ്റിക്കൽ അഡിഷൻ ഒബേ ചെയ്യുന്നുണ്ട് ഈ ചാർജസ്. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി? മാത്തമാറ്റിക്കൽ അഡിഷൻ. ഓക്കെ, ഓർ ഇറ്റ് ഈസ് കാൾഡ് അഡിറ്റീവ് പ്രോപ്പർട്ടി.
ഓക്കെ. സോ അഡിറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ട് ഈ ചാർജസ്. മറന്നുപോകും? ഓക്കെ, മറന്നുമില്ലല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് പ്രോപ്പർട്ടീസ് ചാർജസ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഒരുപാട് ലെങ്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ മാറും. അപ്പോൾ കുറേശ്ശെ വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞല്ലോ. എന്ത് പ്രോപ്പർട്ടിയാണ്? അഡിറ്റീവ് പ്രോപ്പർട്ടി ഓർ അഡിറ്റിവിറ്റി എന്നും പറയും. അഡിറ്റിവിറ്റി ഓക്കെ എന്നും പറയും. അപ്പോൾ ഇത് ശരിക്കും 0 കിട്ടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, 0 കിട്ടണമെങ്കിൽ ഒന്നിന് +3 ആണെങ്കിൽ അടുത്തതിന് -3 വരണം. ഒന്നിന് +5 ആണെങ്കിൽ അടുത്തതിന് -5 വരണം, അല്ലേ? +100 ആണെങ്കിൽ അടുത്തതിന് -100. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ രണ്ടിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വരുന്നത്? എന്തൊക്കെയാണ് അവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇതെല്ലാം നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഇതൊന്നേന്ന് നമുക്കൊന്ന് ആദ്യം മുതലൊന്ന് നോക്കാം. ചാർജുകളുടെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അല്ലേ? എന്താണ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു? വെൻ 2 ബോഡീസ് ആർ റബ്ഡ് വിത്ത് ഈച്ച് അതർ, അല്ലേ? ദി ബോഡി ഷോസ് ദി പ്രോപ്പർട്ടി ഓഫ് അട്രാക്റ്റിംഗ് ലൈറ്റർ ഒബ്ജക്ട്സ്, just like bits of papers, dust particles, etc. And this property is called electrification, and the body is said to be electrified. വൈദ്യുതവൽക്കരിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, കാന്തികവൽക്കരണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കാന്തമായി മാറുക എന്ന് കേട്ടില്ല? അതേപോലെ ഇത് ഇലക്ട്രിഫൈഡായി. So the branch of that electricity, the branch of electricity which deals with the properties of charges at rest are called electrostatics, and these charges are formed due to the friction between the two bodies, and so this electricity is also called frictional electricity or static electricity. Why it is called static electricity? Because the charges are formed, or the charges stay wherever they are formed, and that property is called cling എന്ന് പറയും. ക്ലിങ് എന്നാണ്. ഓക്കെ, പ്ലിങ് എന്നൊന്നും പറയരുത്. ഓക്കെ, ശരി. ഇനി 2 ബോഡീസ് എടുത്തു. ഒന്ന് പ്ലാസ്റ്റിക്, മറ്റൊന്ന് ഗ്ലാസ് റോഡ്. ഇത് രണ്ടും റബ്ബ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് അടുത്തടുത്ത് വെച്ചപ്പോൾ ഇത് അട്രാക്റ്റ് ചെയ്തു, അല്ലേ? ഇതേപോലെ പ്ലാസ്റ്റിക് മാത്രം ഞാൻ എടുത്തു, അല്ലേ? ഇതിപ്പോൾ പ്ലാസ്റ്റിക് മാത്രമാണ്, അല്ലെ ഗ്ലാസ് മാത്രം. 2 പ്ലാസ്റ്റിക് മാത്രം എടുത്തപ്പോൾ റിപ്പൽ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്, ഇത് റിപ്പൽ ചെയ്യണമെങ്കിൽ ഇത് സെയിം ചാർജസ് ആയിരിക്കണം. അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ചാർജസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഈ ചാർജസിനെ 2 രീതിയിൽ പറഞ്ഞു, പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ലൈക്ക് ചാർജസ് റിപ്പൽ, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ്. റെഡി? എന്നിട്ട് എന്ത് ചെയ്തു? ഈ ചാർജ് ചെയ്ത ഈ 2 ചേർത്ത് വെച്ചിട്ട് പറഞ്ഞാൽ കോണ്ടാക്റ്റിലാക്കി, എന്നിട്ടങ്ങ് മാറ്റി. എന്നിട്ട് പേപ്പറിനെ ആകർഷിക്കാൻ നോക്കി. പേപ്പർ ആകർഷിക്കുന്നില്ല, കാരണം ഇതിലിനി ചാർജൊന്നുമില്ല, ചാർജ് സ്റ്റേ ചെയ്യുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, വീട്ടിലിരുന്ന് ചെയ്ത് നോക്കാം. വെറുതെ വിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. അതിന് എക്സാമ്പിൾ, ഇപ്പോൾ +3 -3 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഒന്നും കാണുന്നില്ല, നത്തിങ് ഈസ് ദെയർ എന്നാണ് അർത്ഥം. 0 മീൻസ് നത്തിങ് ഈസ് ദെയർ. സോ അതിൻ്റെ അർത്ഥം ഈ ബോഡിയിൽ പിന്നീട് ഒരു ചാർജും ഉണ്ടായില്ല. അതിൻ്റെ അർത്ഥം ഈ 2 ബോഡീസിലും ആദ്യം ഉണ്ടായിരുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആയിരുന്നു. അതെങ്ങനെയാണ് വന്നതെന്നും അതിനുള്ള ഇനിയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. സോ ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി. അതുകൊണ്ട് ഇത്
അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും, ഓർ ദിസ് ഈസ് കാൾഡ് അഡിറ്റിവിറ്റി, അല്ലെങ്കിൽ ഇത് മാത്തമാറ്റിക്കൽ അഡിഷൻ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് മാത്തമാറ്റിക്സിൻ്റെ ബേസിൽ മാത്രമേ ചാർജുകളുടെ ബിഹേവിയർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എനിവേ, ഗുഡ് നൈറ്റ്, താങ്ക് യു. അടുത്ത വീഡിയോ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും, നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. എപ്പോഴെപ്പോഴും വീഡിയോ ഇട്ടാലും നിങ്ങൾക്കൊരു ബോറിംഗ് ആയി മാറും. ഓക്കെ, ഗുഡ് ബൈ.